നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും കാലത്ത് പലതും കണ്ടെത്താൻ ഒരു വിരൽത്തുമ്പിന്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു ശില്പിയുടെ വിരലുകൾ നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും അതിരുകൾ ഭേദിച്ചിട്ടുണ്ട്. ഈ ശില്പിയുടെ വിരലുകൾ പല കൊലക്കേസുകൾക്കും തുമ്പുണ്ടാക്കി. ആ തുമ്പുകൾ പിന്നീട് കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം ആർട്ടിസ്റ്റ് മോഡലറായ ആര്യനാട് രാജേന്ദ്രൻ ആ കഥകൾ ഓർത്തെടുക്കുകയാണ് മാനവീയം വീതിയിൽ. ഇത് തലയോട്ടിയാണ് ഈ കാണുന്ന ഭാഗം. മരിച്ചതാരം അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ക്രൈം ബ്രാഞ്ച് ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഉമാദത്ത സാറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു തലയോട്ടി കൊണ്ട് തന്നിട്ട് എന്നോട് ഇതിൻ്റെ ചായ ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ചായ വന്നു. പിന്നെ മൂക്ക് മാത്രം നമ്മുടെ ഭാവനയിൽ ചെയ്താൽ മതി. ഈ സ്ഥലത്ത് തന്നെ ഇത്രയും കനത്തിന് വെച്ചാൽ മതി മാംസം. അതിലൊരു ഒരു കൃത്യമായ കണക്കുണ്ട്. അതെ, ഇവിടെ 1 സെൻറ്റി, ഇവിടെ 3.5 സെൻറ്റി, അങ്ങനെ 2.5 സെൻറ്റി, അങ്ങനെ കണക്കുണ്ട്. ആ ഇപ്പുറമുള്ള മസിൽ വെച്ചിട്ട് അതിനങ്ങ് യോജിപ്പിക്കുമ്പോൾ അവരുടെ മാംസം അവിടെ വരും. അതിൻ്റെ ടെക്നിക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലേ, തൃപ്പൂണിത്തുറ കായലിൽ മരിച്ചു കിടന്ന ഒരു സ്ത്രീയാണ്. അത് ഇതുപോലെ 10 ദിവസം 15 ദിവസം കഴിഞ്ഞത് പൊങ്ങി. ആ അസ്ഥി കൊണ്ടുവന്നു, അവരുടെ അസ്ഥി. അത് അവസാനം ഞാൻ ചെയ്തു കൊടുത്തു. അവർ ആ കോളനിയിൽ അവിടെ എവിടെയോ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഗ്രേസിയാണ്, ഇവിടെ ബോംബെയിലാണ്, ഇവിടെ ഇല്ല, വളരെ കാലം കൊണ്ട് ബോംബെയിലാണ്. ഇവള് വന്നിറങ്ങി ഇവിടെ ട്രെയിനിലോ ബസ്സിലോ വന്നിറങ്ങിയ സമയത്ത് ടാക്സിക്കാരൻ ഇവിടെ കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ കഴുത്തി കിടന്ന സ്വർണ്ണാഭരണം മൊത്തം ഊരിയെടുത്തിട്ട് അവിടെ കൊന്ന് കല്ലിൽ കെട്ടിത്തൂക്കിയിട്ടു. അപ്പോൾ അവനെ പിടിച്ചു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അമ്മയും കുഞ്ഞും, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ രൂപകൽപ്പന തുടങ്ങി ഏറെയുണ്ട് രാജേന്ദ്രന്റെ സംഭാവനകൾ. തിരുവനന്തപുരത്തെ സാംസ്കാരിക വീതിയായ മാനവീയത്താണ് രാജേന്ദ്രൻ തന്റെ നീണ്ട 54 വർഷത്തെ കലാജീവിതം കാഴ്ചക്കാർക്കായി ഒരുക്കിയത്. ആർട്ട് ഗാലറിയിലും മ്യൂസിയം ഗാലറിയിലും ഒക്കെ പ്രദർശനത്തിന് വെച്ചാൽ ആർട്ടിസ്റ്റുകളല്ലാതെ മറ്റാരും വരുന്നില്ല. ഇവിടെ ആകുമ്പോൾ ധാരാളം നടക്കുന്നവരും കയറുന്നവരും ഒക്കെ ഇത് കണ്ടിട്ട് വന്ന് കാണുകയും അത് മനസ്സിലാക്കി പോവുകയും ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് നമ്മുടെ കൂടെയുണ്ട്. ഗോകുലെ, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. ശരിക്കും ഈ മനുഷ്യബുദ്ധിയേക്കാൾ ഉപരിയായിട്ട് എന്തുണ്ട് എന്നൊരു ചോദ്യം ഈ ഒരു അവസരത്തിൽ നമ്മൾ ചോദിക്കേണ്ടതാണ്. നമ്മൾ തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു പോകുന്നതും. ഇങ്ങനെയുള്ള ഈ ഒരു ലോകത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പല കാര്യങ്ങളും നമ്മളിങ്ങനെ പുറകോട്ട് ചികഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വിവരങ്ങൾ, അദ്ദേഹത്തെ പോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ഒരുപക്ഷെ ഈ ഒരു കാലത്തെക്കാളിലും നമുക്ക് അത്ഭുതം നിറയുന്ന കാര്യങ്ങളായിരിക്കും അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് മാത്രം പറഞ്ഞു പോയാൽ പോരാ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രദർശനമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. പറയൂ അദ്ദേഹത്തെക്കുറിച്ച്. ആദ്യം തന്നെ ഇത് പറയുമ്പോൾ മാനവീയം വീതിയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, പ്രദർശനമുണ്ട്, ഇത്തരത്തിലൊരു ശില്പ പ്രദർശനമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ പോകുന്നതും. ആ സമയത്താണ് ഇത്തരത്തിലൊരു കൗതുകമുണർത്തുന്ന രീതിയിൽ പല കാര്യങ്ങൾ അവിടെ കൗതുകമുണർത്തുന്ന രീതിയിൽ കണ്ടു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഇതാണ്. അതായത് ഈ തലയോട്ടിയോ അസ്ഥികൂടമോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൃത്രിമമായി നിർമ്മിക്കുക, അത് പേപ്പർ പൾപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാംസളമായ ശരീരഭാഗങ്ങൾ നിർമ്മിച്ചെടുത്ത് മുഖഛായയും ശരീരത്തിൻ്റെ ഏതൊരു ഭാഗം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു കണ്ടെത്തൽ, അത് പലപ്പോഴും അവിടെ നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടതുപോലെ 1-2 ഫോട്ടോ കോപ്പികൾ അവിടെ കണ്ടു. പല പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ കണ്ടപ്പോൾ എനിക്കിത് ആര്യനാട് രാജേന്ദ്രൻ സാറിനെ അറിയാം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കേസൊക്കെ തെളിയിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് പുതിയൊരു അറിവായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് 1988 കാലഘട്ടത്തിലെ വാർത്തയാകുകയും 5-ലധികം കേസുകൾ തെളിയിക്കപ്പെടുകയും 3ഓളം പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 88-ലെ ഒരു കേസാണ്, ഗ്രേസി കൊലക്കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും അതിനെ പറ്റിയിട്ടുമാണ് സാറ് ആ ദൃശ്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെ പൾപ്പ് ഉപയോഗിച്ച് മുഖം കൃത്രിമമായി നിർമ്മിക്കാം എന്നുള്ളത്. ഇന്നിപ്പോൾ AI-യുടെ കാലത്ത് ഡീപ് ഫേക്ക് ഒക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരാളുടെ മുഖം നിർമ്മിച്ചെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു. പലപ്പോഴും ഈ മരണപ്പെട്ടത് ആരാണെന്ന് പോലും അറിയാതിരിക്കുന്ന സാഹചര്യം. അവിടെയാണ് ഈ തലയോട്ടിയുടെ ഭാഗത്ത് പേപ്പർ പൾപ്പ് കൃത്യമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ഒരു മുഖം കൃത്യമായി നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നെറ്റിത്തടങ്ങളുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വളരെ കുറവ് മാംസഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ മാംസമില്ല, നമുക്ക് തൊടുമ്പോൾ അറിയാം അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ വളരെ കുറച്ച് പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് ഒരു കൃത്രിമമായി ചെയ്തു വന്ന് മൂക്ക് മാത്രമാണ് കലാകാരൻ്റെ വിധിക്കനുസരിച്ച് വിടുന്നത്. ബാക്കിയൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന്. മൂക്കിൻ്റെ ആ ഒരു ഘടന മാത്രമാണ് പലപ്പോഴും കുറച്ച് പ്രയാസമേറിയ